പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ യുദ്ധങ്ങളൊക്കെ എന്നും നമുക്ക് സമ്മാനിക്കുന്നത് അശാന്തിയും സങ്കടവും ഒക്കെ തന്നെയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ലോകം ഈ ഒരു യുദ്ധമുഖത്താണ്. രണ്ട് മൂന്ന് ഈ യുദ്ധസമാന സാഹചര്യങ്ങൾ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം കാലങ്ങളായി, ഇപ്പോൾ 4 വർഷമാകാൻ പോവുകയാണ്. ഈ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും കറക്റ്റ് 4 വർഷമാവാൻ പോവാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട്. ഇതിൽ ഒരുപാട് സമാധാന ചർച്ചകൾ നടന്നു, പലതരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കി. പക്ഷേ ഇതൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം ചർച്ചകൾ നടന്നു. ഈ 2 നേതാക്കളും ഒക്കെ സമ്മതിച്ചു, സമാധാന പദ്ധതികളിലൊക്കെ ഒപ്പുവെച്ചു. പക്ഷേ വീണ്ടും അവിടെ ഒരു സമാധാനം വരുന്നില്ല. അവിടെ വീണ്ടും ആക്രമണങ്ങൾ രൂക്ഷമാവുകയാണ്. ഇപ്പം ഞാൻ പറയാനുള്ള കാരണം, യുക്രൈൻ തലസ്ഥാനമായ കിയേവില് റഷ്യയുടെ ആക്രമണം തുടരുകയാണ്. മിസൈൽ ആക്രമണമാണ് നടക്കുന്നത് എന്നാണ് യുക്രൈൻ്റെ കിയേവ് മേയറായ വിറ്റാലി ക്ലിസ്ച്കോ അറിയിച്ചിരിക്കുന്നത്. രാജ്യാതിർത്തികളിൽ വ്യോമസേന ഹൈ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൗതം ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഈ പറയുന്ന പോലെ തന്നെ സമാധാന ചർച്ചകളൊക്കെ ഉണ്ടാകുന്നു, കരാറുകളൊക്കെ ഉണ്ടാകുന്നുവെങ്കിലും ഇതൊന്നും ഫലത്തിലാകുന്നില്ല. വീണ്ടും രക്തച്ചൊരിച്ചിലുകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഇപ്പോൾ നിർണായകമായ ചർച്ച നടക്കാൻ പോവുകയാണ്. ഈ 2 രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. പക്ഷേ രാജ്യങ്ങളിൽ സമാധാനമില്ല. സ്ഥിരീകരിക്കപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഗൗതം? സേതു, ഗുഡ് മോർണിംഗ്. അതായത് ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഈ ആക്രമണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. യുക്രൈൻ്റെ തലസ്ഥാനമായ കീവിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. മിസൈൽ ആക്രമണമാണ് നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സേതു സൂചിപ്പിച്ച പോലെ തന്നെ ഈ നേതാക്കൾ തമ്മിലുള്ള ചർച്ച, സെലൻസ്കിയും ട്രംപുമായി ഉള്ള ചർച്ച നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ ആക്രമണം, അതും യുക്രൈൻ്റെ തലസ്ഥാന നഗരത്തിൽ നടക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ കെട്ടിടങ്ങൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടായുള്ള വാർത്താ ഏജൻസികൾ പങ്കുവച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ ഈ ആക്രമണം തുടരുന്നതായും അതിനെ യുക്രൈൻ വ്യോമസേന പ്രതിരോധിക്കുന്നതുമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുള്ളത്. ഒപ്പം തന്നെ യുക്രൈൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യോമ മേഖലയിൽ അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നും അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റഷ്യ നടത്തിയിട്ടുള്ള അവകാശവാദങ്ങളുണ്ട്. യുക്രൈൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ പിടിച്ചെടുത്തതായിട്ടുള്ള അവകാശവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങൾ പുരോഗമിക്കുന്നതായി റഷ്യ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ യുക്രൈനിലെ കീവിലെ മേയർ കൂടിയായിട്ടുള്ള വിറ്റാലിയാണ് ഈ പുതിയ അക്രമത്തിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണത്തിൽ റഷ്യയുടെ സബ്മറൈൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും വലിയ നാശനഷ്ടം റഷ്യക്ക് സംഭവിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഇപ്പോൾ റഷ്യ കടുപ്പിച്ചിരിക്കുന്നത്. നിലവിൽ യുക്രൈൻ്റെ പ്രധാനപ്പെട്ട പല നഗരങ്ങളും പിടിച്ചെടുത്തതിന് ശേഷം മാത്രം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻവേഷൻ, ആ എസ്കലേഷൻ നിർത്തിയാൽ മതി എന്നുള്ള നിർദ്ദേശം റഷ്യൻ സൈന്യത്തിന് നൽകിയിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളല്ല, പക്ഷേ വാർത്താ ഏജൻസികളുടെ വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ യുക്രൈനിൽ കീവിൽ കേന്ദ്രീകരിച്ചുള്ള മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചെയ്തു. ഓക്കെ ഗൗതം, ശരി. ഇപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് പോലും ഈ റഷ്യൻ ആക്രമണം യുക്രൈനിൽ ഉണ്ടായി. പിന്നീട് നമ്മൾ സെലൻസ്കിയുടെ സന്ദേശമൊക്കെ കേട്ടതാണ്. അപ്പോൾ ഈ അക്രമങ്ങൾക്കും അല്ലെങ്കിൽ തന്നെ അശാന്തിയുടെ വാർത്തകൾക്കും ഒന്നും ഒരു ശമനമില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം അല്ലേ. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ, തകർന്നടിഞ്ഞു വീണ കെട്ടിടങ്ങൾ, അതിനൊപ്പം തന്നെ മരിച്ചു വീഴുന്ന ആളുകൾ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ മനസാക്ഷിയുള്ള ഒരാൾക്കും ഇതൊന്നും എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയല്ലല്ലോ. അപ്പോൾ നാളെ ചർച്ച നടക്കാൻ പോകണം. അപ്പോൾ ആ ചർച്ചയിലൊരു നല്ല തീരുമാനം അല്ലെ. കുറേ ചർച്ചകളൊക്കെ ആയി, പക്ഷേ ചർച്ചകളൊന്നും ഫലം കാണുന്നില്ല. ഇനി നടക്കുന്ന ചർച്ചയെങ്കിലും ഒരു ശാശ്വത പരിഹാരത്തിന് ഉതകുന്നതാകട്ടെ അല്ലേ. നേതാക്കൾ അവരുടെ നിലപാടിൽ നിന്ന് ഒരു ചെറിയ അയവ് വരുത്താൻ തയ്യാറാകട്ടെ. ഇത്രയും മനുഷ്യന്മാരുടെ ജീവിതമാണല്ലോ അല്ലേ. അപ്പോൾ അതിനൊക്കെ ഉതകട്ടെ നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. അപ്പം അങ്ങനെ തന്നെ നടക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യാം അല്ലേ.